ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കൂലിയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ആണേ. ഇത് കണ്ടിട്ട് എനിക്ക് എങ്ങനെ തോന്നി, ഞാൻ വീഡിയോ കാണിക്കുന്നില്ല, നമ്മുടെ ചാനലിനെ പറ്റി അറിയാമല്ലോ, വീഡിയോ കാണിക്കുന്നില്ല, കണ്ടിട്ട് എങ്ങനെ തോന്നി അതാണ് ഞാൻ വീഡിയോയിലോട്ട് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് എങ്ങനെ തോന്നി എന്ന് പറഞ്ഞാൽ, സിനിമ കാണുന്നതിന് മുമ്പായാലും ട്രെയിലർ കാണുന്നതിന് മുമ്പായാലും നമ്മുടെ മനസ്സിലൊരു ഇത് കാണുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എ സർട്ടിഫിക്കറ്റാണ്. എ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് എ എന്ന് പറഞ്ഞാൽ മറ്റേ അല്ല, ഒത്തിരി വയലൻസ് കാണിക്കുമ്പം സെൻസർ ബോർഡ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് എ സർട്ടിഫിക്കറ്റ്. അപ്പം ആ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിൻ്റെ ട്രെയിലറിനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതിനകത്ത് കുറേ എല്ലാ കാസ്റ്റുകാരെ എല്ലാം കാണിക്കുന്നുണ്ട്. സൗബിനെ കാണിക്കുന്നുണ്ട്, രജനി സാറിനെ കാണിക്കുന്നുണ്ട്, നാഗാർജുനെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ പേരെ കാണിക്കുന്നുണ്ട്. പിന്നെ അമീർ ഖാനെ കാണിക്കുന്നുണ്ട്. അമീർ ഖാൻ 2-3 ഷൂട്ട് ചെയ്യുന്ന 2-3 സീനി കാണിക്കുന്നുണ്ട്. അപ്പം പിന്നെ ശ്രുതി ഹാസനെ കാണിക്കുന്നുണ്ട്. അപ്പം ഇത്രയും എല്ലാവരെയും കാണിക്കുന്നുണ്ട്. കാണിച്ചിട്ട് എനിക്ക് തോന്നിയില്ല, എനിക്കൊരു ഗുമ്മായിട്ട് എനിക്ക് തോന്നിയില്ല. അതിൻ്റെ ട്രെയിലർ ആക്ഷൻ സീനൊന്നും അതിനകത്ത് കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അവർ മനഃപൂർവ്വം മറച്ചിട്ടേക്കുമായിരിക്കും. പിന്നെ സിനിമ ഇറങ്ങുമ്പം എല്ലാം കൂടി നമുക്കൊരു സർപ്രൈസായിട്ട് തരാനായിരിക്കും ലോകേഷിൻ്റെ ഉദ്ദേശം. പക്ഷേ ലോകേഷ് അറിയാമല്ലോ, ലോകേഷ് ലിയോയ്ക്കകത്ത് ഇതിൻ്റെ എടുത്ത് പറയേണ്ടതാണ്, ഈ ട്രെയിലറിൻ്റെ എടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെ എഡിറ്റിങ്ങിന്ന്. ഫിലോമിൻ രാജാണ് ഇതിൻ്റെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗാണ് ഇതിൻ്റെ കിടിലനായിട്ട് എനിക്ക് തോന്നിയത്. എഡിറ്റിംഗ് ഓരോ ഷോട്ടും, അത് ലിയോയുടെ ആയാലും ട്രെയിലർ കട്ടും എല്ലാം പുള്ളിക്കാരനാണ് ചെയ്തത്. പിന്നെ ഗിരീഷ് ഗംഗാധരൻ്റെ സിനിമാട്ടോഗ്രാഫി അതും നല്ലതായിട്ടുണ്ട്. അത് മലയാളിയാണ്, അതും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനിരുദ്ധിൻ്റെ മ്യൂസിക് എനിക്ക് ഇതിനകത്ത് വിക്രത്തിൻ്റെ ഒരു ചെറിയ ഒരു സാമ്യം തോന്നി എൻ്റെ മ്യൂസിക് കേട്ടിട്ട്. അല്ലാതെ നമുക്ക് ബാക്കിയെല്ലാം സർപ്രൈസായിട്ട് തിയേറ്ററിൽ കിട്ടാനായിരിക്കും ലോകേഷ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനകത്ത് രജനി മറ്റേ കമലഹാസനും തമ്മിലുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. ശ്രുതിഹാസൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നാഗാർജുനയുടെ മോളായിട്ടാണ് തോന്നുന്നു ശ്രുതിഹാസൻ മതി. ശ്രുതിഹാസനൊക്കെ അറിയാലോ, ഗതി പിടിക്കാത്ത ആക്ട്രസ്സാണ്. ഇതിനകത്ത് എടുത്തിട്ടേക്ക് രജനി സാറിൻ്റെ ഒരു ഭാഷയുടെ ഒരു റെഫറൻസ് പോലെ, എന്നുവെച്ചാൽ റെഫറൻസ് ആണെന്നോ പഴയ കാലഘട്ടമെന്ന് കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെ കാണിച്ച് ട്രെയിലർ അവസാനിപ്പിക്കുന്നുണ്ട്. 3 മിനിറ്റാണ് ട്രെയിലർ ഉള്ളത്. അറിയാലോ, എനിക്കൊരു ഗുമ്മ തോന്നിയില്ല. സിനിമ ഇതുപോലെ ആയിരിക്കത്തില്ല സിനിമ. സെക്കൻഡ് ഹാഫ് വേറെ ലെവലിലാണെന്നാണ് ലോകേഷ് പറഞ്ഞേക്കുന്നത്. ലോകേഷിനെ അത്ര വിശ്വാസം കുറവാണ്. കാരണം ലിയോ എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ആ ലിയോയുടെ ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ, അത് ഞാൻ എൻ്റെ റിവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്. ലോകേഷ് അതിനകത്ത് കുറച്ച് ഉഴപ്പിപ്പോയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ഇപ്പം വിജയ്ക്ക് വേണ്ടി കുറച്ച് മാറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും കാണിക്കുകയും ചെയ്യില്ല. ഇതിനകത്ത് ഒരു എക്സ്ക്യൂസും കൊടുക്കില്ല. ഇപ്പം ഇതിനകത്ത് ഒരു എക്സ്ക്യൂസും കൊടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വേണം പടം എടുക്കാൻ. അങ്ങനെ വിജയ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എക്സ്ക്യൂസ് ഒന്നും കൊടുക്കില്ല. ഇങ്ങനെ വേണം പടം എടുക്കാൻ. ലോകേഷിൻ്റെ ഇൻ്റർവ്യൂ വെച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ആവറേജ് നിൽക്കുന്നൊരു ട്രെയിലറായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ 14-ാം തീയതി പടം ഇറങ്ങുന്നുണ്ട്. ഞാൻ കണ്ടിട്ട് എൻ്റെ റിവ്യൂ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ അതിന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.